പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായി. കേരളത്തിലെ മുഖ്യമന്ത്രി ആയതോട് കൂടിയിട്ട് ഈ കണ്ണൂർ രാഷ്ട്രീയ സംഘടന നടക്കുമ്പോൾ ബി ജെ പിയിലെ പിണറായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. രണ്ടുപേരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ. ഗുണ്ടകൾക്ക് രാഷ്ട്രീയക്കാരനെ വെട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അയാളുടെ സ്വത്ത് വെട്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വെട്ടിച്ച് കഴിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ചിട്ട് ഇവന്മാരെ തീർക്കും. സി പി എം ഇപ്പോൾ നിൽക്കുന്ന ആശയത്തിൻ്റെ പുറത്തൊന്നല്ല, ആശയമൊക്കെ എന്നോ കാലഹരണപ്പെട്ടതാണ്. കമ്മ്യൂണിസം നിൽക്കും, സി പി എം നിൽക്കില്ല. കണ്ണൂർ മലബാർ മേഖലയിൽ മുസ്ലിം സമ്പന്ന അധികം മുസ്ലിം ലീഗിലാണ്. ഇവർക്ക് പലർക്കും മുസ്ലിം ലീഗിന് നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്തൊരു ബന്ധമല്ല പോലും മുസ്ലിം ലീഗിനെ സഹായിക്കുന്ന പല ആളുകൾക്കും ഈ പറയുന്ന പോലെ ഈ കള്ളക്കടത്തേറ്റ് അവരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും വാർത്തകളിലൂടെ നമുക്ക് അരികിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ഒരു വാർത്ത അലോസരമുണ്ടാക്കുന്നതാണ്. ഈ അർജുൻ ആയങ്കി പോലീസിന് നേരെ നടത്തുന്ന വെല്ലുവിളി, അധിക്ഷേപം. പോലീസ് ഇതുവരെയും ഇയാളെ പിടികൂടാൻ സാധിക്കാതെ വലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അർജുൻ ആയങ്കിയെ പിന്തുണച്ചുകൊണ്ട് മറ്റു പലരും രംഗത്ത് വരുന്നു. ഇതെങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിരുന്ന ആളാണ് അർജുൻ ആയങ്കി. അതിനുശേഷം 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അർജുൻ ആയങ്കി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യമായ ഭീഷണി മുഴക്കുകയായിരുന്നു. പരിശോധിക്കാൻ നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ ഈ ആഭ്യന്തര സംരക്ഷണ മേഖല പോകുന്നത്. അതുപോലെ തന്നെ പാർട്ടി ഗുണ്ടകൾ എന്നറിയപ്പെടുന്നവർ നാട് ഭരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? അവരെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പലപ്പോഴും കേരളത്തിൽ നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെയല്ല, സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ഗുണ്ടാ സെറ്റപ്പൊക്കെ പല നഗരങ്ങളിലേക്കും വന്നത്. വാടക കൊലയാളികൾ, അങ്ങനെ വലിയ ഒരു അധോലോകത്തിൻ്റെ പിടിയിലേക്ക് കേരളവും അമർന്നു. കൊച്ചിയും പിന്നീട് തിരുവനന്തപുരവും, അങ്ങനെ പല നഗരങ്ങൾ ഇപ്പോൾ ഒരിടവും ബാക്കിയില്ലാത്ത തരത്തിൽ അവരുടെ പിടിയിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകളൊക്കെ പറയുന്നത്. അതിനൊപ്പമാണ് ഈ പാർട്ടി ഗുണ്ടകൾ, അതല്ലെങ്കിൽ പാർട്ടിയോട് അടുപ്പമുണ്ടായിരിക്കുന്ന ഗുണ്ടകൾ. അത്തരത്തിലുള്ള വാർത്തകളുടെ കൂട്ടത്തിലാണ് നമുക്കിപ്പോൾ ഈ അർജുൻ ആയങ്കി, അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി തുടങ്ങിയവരെയൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തുന്നു, വാർത്ത വരുന്നു അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ ഉത്തരവുണ്ട് എന്നുള്ള തരത്തിൽ. പക്ഷേ അത്തരത്തിലുള്ള അതിനൊരു സ്ഥിരീകരണമില്ലാത്ത വാർത്തയാണ്. ഉടനെ അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് കളിക്കാൻ വേണ്ടി അയാളിങ്ങനെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെടിവെച്ചാൽ വെടിയുണ്ട തികയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? ഒന്ന്, കേരളത്തിലെ ഗുണ്ടകളെ പൊതുവെ നമുക്ക് രണ്ടായി തിരിക്കാൻ തോന്നുന്നു. ഒന്ന്, തിരുവനന്തപുരത്തും എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തൊക്കെ ഉള്ള ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ. അതിൽ ഇവിടെ നമ്മുടെ ഗുണ്ടുകാട് സാബു, അതുപോലെ തന്നെ മരട് അനീഷ്, മരട് ഫൈസൽ, തമനം ഷാജി, പിന്നെ പെരുമ്പാവൂർ അനസ്, അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളല്ല. ഇപ്പം തമനം ഷാജി കോൺഗ്രസിൻ്റെ ആളായിരുന്നു, അതായത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് പറയാറുണ്ട്. അവർ ലോക്കലായിട്ട് അങ്ങനെ ഒരു സംവിധാനത്തിൽ അങ്ങോട്ട് ഉണ്ടായി വന്ന ആളുകൾ. അപ്പം ഗുണ്ടുകാട് സാബുവിന് അറിയാലോ, അതായത് ഒരു പോലീസ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ കഥയാണ് കിരീടം. പോലീസ് ഓഫീസർ ആവേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടനെ കൊന്നിട്ട് അദ്ദേഹത്തിനെ കൊല്ലുന്നുണ്ട് ഫീൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ആയുധം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗുണ്ടുകാട് സാബുവിനോട് എല്ലാവർക്കും ഒരു മമതയുണ്ട്. ഇപ്പോൾ നാടകക്കാരനാണ്, ഇപ്പോൾ സിനിമാ നടനാണ്, ഏതൊക്കെ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ സാഹചര്യം കൊണ്ട് ഗുണ്ടയായി പോയ ഒരാളാണ്. മറ്റ് പലരും സാഹചര്യം കൊണ്ടാണ് അതിലുപരിയായിട്ട്. പക്ഷേ ഗുണ്ടുകാടിനെ പോലെ ഒരു ന്യായീകരണമൊന്നുമില്ല. പലപ്പോഴും ഇവരെല്ലാവരും പറയുന്ന നല്ലൊരു പങ്കും പ്രതിരോധത്തിന് വേണ്ടി. ഇപ്പം തമനം ഫൈസൽ പറയുന്നത് വെച്ചാൽ തമനം ഷാജീനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അനസിനെ പറ്റി വേറെ രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ മരട് അനീഷ് പറയുന്നത് വെച്ചാൽ അവിടെ ലോക്കൽ ക്രിക്കറ്റ് കളി ഉണ്ടാകുന്ന സമയത്ത് തന്നെ അടിയുണ്ടായി, പിന്നെ അതിൻ്റെ ഭാഗമായി അങ്ങനെ പിന്നെ ഒരു സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറി. അതിൽ കുറച്ച് നന്മയുള്ള ആളായിട്ടൊക്കെയാണ് സ്വയം അനീഷ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വളരാൻ കാരണം എന്ന് വെച്ചാൽ നഗരങ്ങളിൽ എപ്പോഴും ഒരു പോലീസ് രാഷ്ട്രീയക്കാരും നഗരങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് അണികളെ കിട്ടാൻ പാടാണ്. തല്ലാൻ കൊല്ലാൻ പോകുന്ന അണികളെ കിട്ടില്ല. കാരണം മിഡിൽ ക്ലാസ് സാഹചര്യത്തിൽ നിന്ന് പിള്ളേരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് ആളുകളെ അത് കൂട്ടുക. ഒന്ന്, ഈ കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള പാവങ്ങളാണ് ജാതിക്ക് അടിക്കാനും പിടിക്കാനൊക്കെ വരും. ഇവിടെ തന്നെ തിരുവനന്തപുരം നിങ്ങൾ നോക്കിയാൽ മതി.
ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാക്കുന്നത് ചില സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളായിരിക്കും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതിൻ്റെ പിന്നെ പ്രൊഫഷണൽ ഗുണ്ടകൾ അവർ അത്യാവശ്യം കാര്യത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ ഗുണ്ടകൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത്യാവശ്യം കേസൊക്കെ അന്ന് അവർ രക്ഷപ്പെടുത്തി കൊടുക്കും. പിന്നെ രാഷ്ട്രീയക്കാരുടെ ബിനാമിയായിട്ട് ഈ ഗുണ്ടകൾ നൽകും. അന്നവർക്ക് ഈ കൈക്കൂലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇത് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗുണ്ടകളാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാവും, ലാഭത്തിൻ്റെ ചെറിയ ഷെയർ അവരെടുത്തിട്ട് ബാക്കി ഇവർക്ക് കൊടുക്കും. ഗുണ്ടകൾക്ക് ഇവരുടെ തണലുണ്ടാവും. പിന്നെ ഈ ഗുണ്ടകൾക്ക് രാഷ്ട്രീയക്കാരനെ വെട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അയാളുടെ സ്വത്ത് വെട്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വെട്ടിച്ച് കഴിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ചിട്ട് ഇവന്മാരെ തീർക്കും. ഇതൊരു സിസ്റ്റമാണ്. ഇത് കുറേ മുമ്പേ ഉണ്ട്. അത് ഗ്ലോബലൈസേഷനൊക്കെ വന്ന് 90കളോട് കൂടിയിട്ടാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ആ രീതിയിൽ അത് ശക്തമായത്. തിരുവനന്തപുരം പിന്നെ ഒരു ക്യാപിറ്റൽ ആയതുകൊണ്ട് ഗുണ്ടകളുടെ പ്രശ്നം നഗരത്തിൽ വലിയ രീതിയിലില്ല. അതധികവും ഈ ഉൾനാട്ടിലേക്ക്, ഈ ആറ്റിങ്ങൽ, നിങ്ങളുടെ പുറത്തുംകൂടെ അങ്ങോട്ടൊക്കെയാണ് ഗുണ്ടകളുടെ വിളയാട്ടം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിറ്റി താരതമ്യേന അങ്ങനെ ഓപ്പൺ ഫയറിങ്ങോ അല്ലെങ്കിൽ ഓപ്പൺ ഒക്കെ താരതമ്യേന വന്നിട്ടില്ല. എറണാകുളത്ത് എവിടെയും സംഭവിക്കുന്ന രീതിയിലാണ്. ഇതാണ് ഒന്ന്. കണ്ണൂരുള്ളത് വേറെ സംഭവമാണ്. മലബാറിലുള്ള പാർട്ടി ഗുണ്ടകളാണ്. അത് ഞാൻ കുറേ പഠിച്ചൊരു വിഷയം കൂടിയാണ്, കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം. അപ്പം ഞാനല്ലൊരു കാലത്ത് ടെലിവിഷൻ ചാനലിൽ പാർട്ടി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നി ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചിട്ട് അതൊന്നല്ല അന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ എന്ന് വെച്ചാൽ പണ്ടത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടായി വരുന്ന സ്വാഭാവികമായിട്ടും അവിടെയുള്ള മേലാളന്മാരെ അടിച്ചമർത്തുമല്ലോ. അത് കോൺഗ്രസിനെ അടിച്ചമർത്താൻ നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർത്താൻ നോക്കിയിട്ട് അപ്പോൾ ചെറുത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു കായിക പരിശീലനം നടത്തി തോന്നി. കോൺഗ്രസിന് ഗാന്ധി ആയതുകൊണ്ട് ഗാന്ധി ഇതിനെതിരാണ്, മറ്റേക്ക് അവളും കൂടി കാണിച്ചു കൊടുക്കണമല്ലോ. ജീസസ് മരിച്ചതിന് ശേഷം ജീസസിന് ഒരേ ഒരു ശിഷ്യനെ ലോകത്തുണ്ടായിട്ടുള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ്. അപ്പം പിന്നെ സുധാകരനൊക്കെ ഒരു രക്ഷയില്ലാതെ തിരിച്ചടിച്ചു തുടങ്ങിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ പ്രശ്നമല്ല, അവരടിച്ചാൽ അവർ തിരിച്ചടിക്കും. അങ്ങനെയാണ് ഈ സംഭവം വന്നത്. അവിടെ മുമ്പ് ഒരു ഗണേഷ് ബീഡി ദിനേശ് ബീഡി പ്രശ്നം ഉണ്ടായിരുന്നു. ഗണേഷ് ബീഡി എന്ന് വെച്ചാൽ മംഗലാപുരത്ത് നിന്ന് വരുന്ന RSSയുടെ ബാക്കിങ്ങുള്ള ഒരു ബീഡി കമ്പനിയാണ്. അപ്പോൾ അവരുടെ ബീഡിയാണ് മലബാർ മേഖലയിൽ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി ദിനേശ് ബീഡി തുടങ്ങിയത്. അപ്പോൾ ദിനേശ് ബീഡിക്കെതിരെ RSS അക്രമം നടത്തിയെന്നാണ് അവർ പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPM തിരിച്ചക്രമണം നടത്തി. അങ്ങനെയാണ് കണ്ണൂരിലെ ഈ CPM RSS സംഘടനകളുടെ ബാക്ക്ഡ്രോപ്പ് അതാണ്. ഓക്കെ, ഗണേഷ് ദിനേശ് പ്രശ്നമാണ്. അതാണ് നീ പോകുമ്പോൾ ദിനേശ ഗണേശായ നമ, ഈ രണ്ട് സാധനവും ഇങ്ങനെ നമുക്കങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പിണറായിയുടെ സമയമാകുമ്പോഴേക്ക് ഇതൊരു പൊളിറ്റിക്കൽ കൊലപാതകം എന്ന രീതിയിലേക്ക് വരുന്നു. പിണറായി ഒരു നേതാവായി അവിടെ ലോക്കലി പിണറായിൽ വന്ന് തലശ്ശേരി വന്നുകൊണ്ടിരുന്ന സമയത്ത് അതാണ് ബോഡിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം. അതിൽ പിണറായി പിന്നെ പ്രതിയായിരുന്നു, നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ ആക്ഷൻ്റെ ആളാണല്ലോ, ആക്ഷൻ്റെ ആളാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളാണ്. അതിന് പക്ഷേ അന്ന് സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പം കണ്ണൂരിൽ അങ്ങനെ ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും താഴെത്തട്ടിൽ ഈ രീതിയിലൊരു ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട്. അതല്ലാതെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സ്ഥിതി. അപ്പം അങ്ങനെ വന്ന് BJP കേന്ദ്ര, അതുവരെ കോൺഗ്രസ് RSS സംഘടനയായിരുന്നു. അങ്ങനെയാണ് സജിത് ലാൽ എന്ന് പറഞ്ഞൊരു പാവം പയ്യനെ CPM വെട്ടിക്കൊന്നത്. അതോടുകൂടി കോൺഗ്രസ്സുകാർ എന്ത് പ്രതികാരം ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് RSS അല്ല BJP CPM കോൺഗ്രസ് സംഘടനകളൊന്ന് കുറഞ്ഞു. പിന്നെ കോൺഗ്രസ്സുകാർ ഒതുങ്ങാൻ തീരുമാനിച്ചു. അവരകപ്പാട് ചെയ്യാൻ ഇലക്ഷൻ സമയത്ത് ഇവന്മാർക്ക് വെട്ടും. കണ്ണൂർ നിങ്ങൾ വിചാരിക്കും പോലല്ല, പല ലോക്സഭയിൽ കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അബ്ദുള്ള കുട്ടീനെ സുധാകരൻ ജയിപ്പിച്ച പോലെ ജയിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അവിടെ ജയിക്കുള്ളൂ. നിയമസഭാ സീറ്റുകളിലും നല്ലൊരു പങ്കും കോൺഗ്രസ് ജയിക്കും. കണ്ണൂർ സിറ്റി, ഇരിക്കൂർ, വയ്യാവൂർ, പിന്നെ മറ്റേ നികേഷ് നിന്ന് ഒറ്റ സ്ഥലമല്ലേ അഴീക്കോട്, ഇവിടെയൊക്കെ ഇവരിങ്ങ് ജയിക്കും. അത് MP രാഗം വരെ ജയിക്കും. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പം കൂത്തുപറമ്പിൽ, ഇപ്പോഴത്തെ കൂത്തുപറമ്പിൽ ജയിക്കും, വേണമെങ്കിൽ ജയിക്കും. ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥിനെ ലീഗുകാർ വലിപ്പിച്ചുകൊണ്ടാണ് തോറ്റുപോയത്. അപ്പം നിയമസഭയിലൊക്കെ ജയിച്ച് അങ്ങനെയാണ് അവർ ശക്തി. ഇന്ന് നല്ല പ്രധാനപ്പെട്ട ഒരു വകുപ്പും കൊടുത്ത് സുധാകരനെ പോലെ ഒരു മന്ത്രിനെ ഏൽപ്പെടുത്ത്. കോൺഗ്രസ് ആണെങ്കിൽ ഒരു ഘട്ടത്തിൽ അവർ പിൻവാങ്ങി, സംഘർഷത്തിൽ പിൻവാങ്ങി. അവിടെ പിന്നെ RSS ആണ് വന്നത്. അതാണ് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ 2-2, 4-4 എന്ന രീതിയിൽ സ്കോറിങ് പോയിക്കൊണ്ടിരുന്നു. അപ്പം അന്ന് MN വിജയൻ മാഷൊക്കെയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. വിജയൻ മാഷ് പറഞ്ഞു വെച്ചത് ഫാസിസത്തിന്, RSSൻ്റെ ഫാസിസത്തിനെതിരെയുള്ള ചേർത്ത് നിൽപ്പാണ്. ഞാനൊക്കെ അത് കേട്ടിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. അന്ന് നമുക്ക് RSS ഭയങ്കര ഗുജറാത്ത് കലാപം മറ്റേത് കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, ഗുജറാത്ത് കലാപം അതിന് മുമ്പാണ് ബോംബെ കലാപമൊക്കെ. അപ്പം ചെറുത്ത് നിൽപ്പാണ് എന്ന് പറഞ്ഞ് അന്ന് വിജയൻ മാഷ ഉണ്ടായിരുന്നുള്ളൂ. ന്യായീകരിക്കും ബാക്കിയെല്ലാം സുമാ ആയിക്കോട്ടൊക്കെ ഭയങ്കര എതിരായിരുന്നു. വിജയൻ മാഷ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി വരെ എതിരായിരുന്നു. ഓക്കെ, മുതലാളി ഇതിനെ സംഘർഷത്തിനൊക്കെ എതിരേക്കാന്നുള്ള വലിയ കാര്യമല്ലല്ലോ. മുതലാളി ഇന്ന് എല്ലാ വീട്ടിലും, മരിച്ച RSSൻ്റെ വീട്ടിലും CPM വീട്ടിൽ പോയി മുതലാളി 5 ലക്ഷം രൂപ കൊടുത്തു. അതാണ് മുതലാളി ഫേമസ് ആയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ചാകുന്നവനും കൊല്ലുന്നവനെല്ലാം ഈഴവനാണ് എന്ന് മുതലാളി പറഞ്ഞു. സത്യമാണ്, ചാകുന്നവനും കൊല്ലുന്നവനും 2 ഭാഗത്തും ഈഴവനാണ്.
അത് സത്യമാണ്. അപ്പം അതങ്ങനെ നീങ്ങി. അപ്പോൾ CPM-ന് അതിനൊരു സ്ക്വാഡ് എപ്പോഴും ഉണ്ടായിരുന്നു. ആർഎസ്എസിനുണ്ട് ഒരു കില്ലിങ് സ്ക്വാഡുണ്ട്. ഞാൻ കേട്ടത് അവർ ട്രെയിൻഡാന്നുള്ളതാണ്. ട്രെയിൻഡാണ്. എവിടെ കുത്തിയാൽ ചാവും, എവിടെ കുത്തിയാൽ ജീവച്ചാവായി കിടക്കുന്നൊക്കെ അവർക്ക് ട്രെയിൻഡായിട്ടുള്ള ആളുകൾ. മലബാർ കളരിയുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തിന് രണ്ടുപേരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ നടത്തിയ എപ്പോഴും ഈ ട്രെയിൻഡായ ടീമാണ്. അവിടെ എനിക്ക് കമ്പനി പേര് പോകുന്നില്ല. അവർക്ക് മിക്കവാറും അവിടെ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടാവും, ഒരു കമ്പനിയിൽ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണ സ്ഥാനത്ത് അവരുടെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവും. ഈ ശരിയായ പ്രതികൾ ഒരിക്കലും പിടികൊടുക്കില്ല. പിടികൊടുക്കുക വേറെ ചില ആളുകളാണ്, മനസ്സിലായോ? ഈ ശരിയായ പ്രതികൾ എപ്പോഴും എന്താ പറയുക നടത്തിക്കൊണ്ടേയിരിക്കും, അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. ആകെപ്പാട് TP ചന്ദ്രശേഖരൻ കേസിലാണ് ശരിയായ രജീഷൊക്കെ പ്രതിയായത്. ഇപ്പം ജയചന്ദ്രൻ മാഷ കൊന്ന കേസിലെ പ്രതി ശരിക്കും TP ചന്ദ്രശേഖരൻ കേസിൽ ചോദ്യം ചെയ്തപ്പോൾ ആ കേസിൽ അയാൾ ഉണ്ടായിരുന്നെന്ന് അയാൾ സമ്മതിക്കുന്നതെന്നാണ് അന്ന് പത്രം വായിച്ചാൽ മനസ്സിലായത്. അന്ന് തിരുവഞ്ചൂർ ആയതുകൊണ്ട് ഷൗക്കത്ത് അലിയൊക്കെയാണ് അന്വേഷിച്ചതുകൊണ്ടും അത് ശരിയായ പ്രതികളിലേക്ക് എത്തി എന്നുള്ളത്. എന്നിപ്പോലും ആ ഗൂഢാലോചനയുടെ അവസാനത്തേക്ക് എത്തിയിട്ടില്ല. എനിക്കതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അന്വേഷണത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പം കണ്ണൂർ ഇവർ ഈ പാർട്ടി സംവിധാനം പാർട്ടി ഈ പാർട്ടി ഗുണ്ടകളുടെ സഹായത്തോടുകൂടി. അപ്പോൾ അതെന്ന് വെച്ചാൽ ഗുണ്ടകളായിട്ടല്ല അവരെ കാണുന്നത്. അവരെ വലിയ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഹിറ്റ്ലറിനെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടി മരിച്ചിട്ടുള്ള സോവിയറ്റ് റഷ്യയിലെ ചെമ്പടയുടെ ആളുകളെ പോലെയാണ് അവർ കരുതപ്പെടുന്നത്. വലിയ റെസ്പെക്റ്റാണ് അവർ കിട്ടുന്നത്. അതുപോലെ RSSും അങ്ങനെ തന്നെയാണ്. ഇവരെ ഗുണ്ടകളായിട്ടല്ല കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾ കൊലപാതക കേസ് പുതിയതായിട്ട് ജയിലിൽ പോയി നിങ്ങൾക്ക് നല്ല പെണ്ണ് കിട്ടില്ല. കണ്ണൂർ അതല്ല. ഇവരൊക്കെ കല്യാണം കഴിച്ച് ഇപ്പം കൊടിസൂനി എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ച ഡോക്ടറെ മറ്റുമാണ്. അപ്പം എന്നാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അതൊരു അന്തസ്സാണ് അവിടെ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചുറ്റുപാട് അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് പിണറായി ഇങ്ങോട്ട് വന്ന സമയത്ത്, തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന നേതാവായി വന്ന സമയത്ത് ജയരാജേട്ടനായിരുന്നു ലോക്കൽ ഇതിൻ്റെയൊക്കെ നിയന്ത്രണം. അപ്പം അതിൻ്റെ ഞാൻ കേട്ടെടുത്ത് എങ്ങനെയാണ് ഈ കണ്ണൂർ ആക്ഷൻ്റെ പിണറായി ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ഇത്തരം ഈ പറയുന്നതിനെ മാതിരി പാർട്ടിയുടെ പ്രതിരോധ സംവിധാനത്തിൽ, പിന്നെ അതിൻ്റെ അണ്ടറിൽ കൊടിയേരി അണ്ടർ ജയരാജേട്ടൻ, ജില്ലാടിസ്ഥാനത്തിൽ ജയരാജേട്ടൻ അണ്ടറിൽ കാരായിമാർ. ഇങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഗോവിന്ദമാഷാണ് ഇതിനെതിരായിട്ടുന്നത്. ഗോവിന്ദമാഷ് ഇവന്മാർ എന്താ വല്ല പ്രശ്നം ഉണ്ടായിക്കൊണ്ട് അത് പാർട്ടി ഏറ്റെടുക്കാന്ന് ഗോവിന്ദമാഷ് ചെയ്യില്ലായിരുന്നു. അതാണ് ഗോവിന്ദമാഷിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പലർക്കും ഗോവിന്ദമാഷ് ഇഷ്ടമല്ലാതിരിക്കാൻ ഒരു കാരണം ഇതാണ്. ഗോവിന്ദമാഷ് എന്നേ അത്തരം കാര്യങ്ങൾ ഗോവിന്ദമാഷ് താല്പര്യമില്ല. അപ്പം അതിങ്ങനെ പോയി ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഇത് കുറേ കഴിഞ്ഞപ്പം പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായി. കേരളത്തിലെ മുഖ്യമന്ത്രി ആയതോട് കൂടിയിട്ട് ഈ കണ്ണൂർ രാഷ്ട്രീയ സംഘടന നടക്കുമ്പോൾ BJPയിലെ പിണറായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. രണ്ടുപേരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ. എന്നുവെച്ചാൽ രണ്ടുപേരും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിൽ നിന്ന് വന്ന് ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നു. പാർട്ടിയിലെ രണ്ടുപേരും അതായത് പാർട്ടിയിൽ ഏറ്റവും ശക്തന്മാരാകുന്നു. സംസ്ഥാനത്തും രാജ്യത്തും എന്ത് ചെയ്യാനും ഉള്ള ശേഷിയുള്ള ആളുകളായി മാറും. അതോട് കൂടിയിട്ട് പിന്നെയും കണ്ണൂർ സംഘർഷം ഉണ്ടായി ധനരാജിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കൊലപാതകമായിട്ട്. അതാണ് പിണറായിയുടെ സമയത്തുണ്ടായത്. ആ ധനരാജ് വിവാദമാണ് ഇപ്പോൾ CPM-നെ തകർത്തിട്ടുള്ളത്. അത് ഭയങ്കര ഇമോഷണൽ സംഭവമായിരുന്നു. അത് കഴിഞ്ഞൊരു RSS തന്നെ ഇവർ കൊന്നു. ഒരു പാവ അതായത് CPM-മാർക്ക് വരെ വിഷമമുണ്ടായിരുന്നു അയാളെ കൊന്നതിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഒരു പാവ ഓട്ടോക്കാനായി വേറെ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് ഇയാളെ കൊന്നു. അങ്ങനെ പിന്നെ ആ സമയത്താണ് ഈ പറയുന്ന BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് പിണറായിക്ക് ഇത് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത് വലിയ പ്രശ്നമായി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വരെ പ്രോബ്ലം ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. രണ്ടു കൂട്ടർക്കും ബലിദാനികളെയും രക്തസാക്ഷികൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല, പക്ഷെ കൈ ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് ഈ M-ൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നതും ഇതിനൊരു ഏതാണ്ട് പൂർണ്ണ വിരാമം. അതുവരെ എന്നോട് RSSൻ്റെ ഒരാൾ പറഞ്ഞു വെച്ചാൽ ഇവരുടെ അതിനുശേഷം നടന്നൊരു മീറ്റിങ്ങിൽ CPM-ൻ്റെ ഒന്നാമപ്പെട്ട നേതാക്കന്മാർ ആരോ പറഞ്ഞു എന്നോട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ ഇവിടെ നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് അനുമതി കിട്ടുന്നത്. അവർ ഞെട്ടിപ്പോയി. കാരണം ഓരോ രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ കലക്ടറുടെ ചുറ്റും ഇവർ ഇരിക്കും, അതിന് ഇനി പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഫേക്കായിരുന്നു, മനസ്സിലായില്ലേ? CPM-നെ സംബന്ധിച്ച് അത് ഫേക്കായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രതിരോധിക്കുക എന്നുള്ളത്. അവരുടെ ഭാഷ പറഞ്ഞാൽ പ്രതിരോധിക്കുക. അത് നിങ്ങളെങ്ങനെ വേണമെങ്കിൽ ന്യായീകരിച്ചോ അല്ല വ്യാഖ്യാനിച്ചോ എന്നുള്ളതായിരുന്നു. അങ്ങനെ പിണറായി പിന്നെ ഈ കാര്യത്തിൽ വളരെ സിൻസിയറായിരുന്നു, നിർത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ നിർത്തണമെന്നായപ്പോൾ ഇവിടെ പിന്നെ അപ്പോൾ കണ്ണൂർ എന്ത് ചോദിച്ചാൽ, കണ്ണൂർ നിങ്ങൾ പാർട്ടിയിൽ നോക്കിയാൽ അങ്ങനെ വലിയ ഇൻ്റലക്ച്വൽസിനൊന്നും കാണാൻ പറ്റില്ല. ഇൻ്റലക്ച്വൽസ് ബേബി EMS ഇവരൊക്കെ പാർട്ടി കണ്ണൂരിൽ നിന്ന് പുറത്തു നിന്ന. കണ്ണൂർ അറിയപ്പെടുന്ന ഒരേ ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ഗോവിന്ദമാഷാണ്.
വേറെ ആരും അങ്ങനെ വലിയ, പിന്നെ കെ രാഗേഷുമാണ്. വേറെ ആരും വലിയ ബുദ്ധിജീവികളല്ല. ഇവരെല്ലാം തന്നെ ഈ കായികമായ കരുത്തിന്, അതാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. അവരുടെ പാർട്ടി ഗ്രാമം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഹിഗിറ്റ സിനിമയിലെ കാണുന്ന പോലെയാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ആരാധന, അവരോടുള്ള ആരാധന. അപ്പോൾ ഇവരുടെ കായികത്തിനെ സംബന്ധിച്ച് ജയരാജേട്ടനായിരുന്നു ജില്ലാ സെക്രട്ടറി. ജയരാജേട്ടൻ്റെ കാര്യം അത് നമ്മളെ പിള്ളേരെ സംരക്ഷിക്കാൻ മൂപ്പര് ഏതറ്റം വരെയും പോകും. പണ്ട് പിണറായി അങ്ങനെയായിരുന്നു, പക്ഷേ പിന്നെ പിണറായി അതിൽ നിന്ന് മാറി. അപ്പം ഇത് വന്നപ്പോൾ ഈ പയ്യന്മാർക്ക് ജോലിയില്ലാതെ. മാത്രമല്ല ഇപ്പോഴത്തെ വെടിനിർത്തൽ വളരെ സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് ആകുന്ന കാരണം രണ്ട് ഭാഗത്തുനിന്നും ചില സമയങ്ങളിൽ ഈ സംഘർഷം ഉണ്ടായിട്ടും രണ്ട് കൂട്ടരും പിടിച്ചു നിന്നു. ഉദാഹരണമായിട്ട് തന്നെ കാര്യം പറഞ്ഞത്, തലശ്ശേരിയിൽ ഒരു കാവുണ്ട്. ആ കാവിൽ കഴിഞ്ഞ 1 വർഷം 2 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഒരു മുദ്രാവാക്യം വിളിച്ചു ഉത്സവത്തിൻ്റെ അന്ന്. കണ്ണൂരത്തെ രീതി അനുസരിച്ച് അന്ന് 4 എണ്ണം മരിച്ചു വീഴേണ്ടതാണ്. പക്ഷേ RSS പ്രതികരിച്ചില്ല. ഇവർക്കൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അത് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ട് അവർ പരസ്പരം ബന്ധപ്പെടും. ഒരു ഹോട്ട് ലൈൻ ഉണ്ട്, റഷ്യയും ചൈനയും തമ്മിലുള്ളതുപോലെ. ഒരു ആണവായുധം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടും. അങ്ങനെയാണ് ഇത് ലോഞ്ച് ചെയ്യാതെ പോകുന്നത്. അങ്ങനെ അവർ ബന്ധപ്പെട്ടപ്പോൾ അപ്പോൾ അത് RSSകാരോട് ഇവർ തോന്നുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവരത് തിരിച്ചടിക്കാൻ പോയില്ല. അതുപോലെ RSSകാർ ഇവരാരോന്നിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവരും തിരിച്ചടിക്കാൻ പോയില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടക്കാത്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നടന്നത് RSS SDPI കൊലപാതകമാണ്. അത് പിന്നെ ആലോചിച്ച് ഓപ്പൺ ചെയ്താണെന്ന് ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ പയ്യന്മാർക്ക് ജോലിയില്ലാതെ ജയരാജേട്ടനെ എല്ലാ സെക്രട്ടറി സ്ഥാനത്തും മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇവന്മാർ ജോലി ഇതിൻ്റെ പുറത്താണല്ലോ ഇവന്മാർ നിന്നുകൊണ്ടിരുന്നത്. പാർട്ടിക്ക് ഈ സംവിധാനം ഉള്ളതുകൊണ്ട്, അല്ല അവർ ബുദ്ധിജീവികളായിട്ടൊന്നും അല്ലല്ലോ. അങ്ങനെയാണ് ഇവർ സ്വർണ്ണം പിടിച്ചുപോയിലേക്ക് പോയത് എന്നാണ്. പാർട്ടി ഭരിക്കുന്നു, പാർട്ടിയുടെ പിന്തുണ കിട്ടുമെന്ന് അവർ വിചാരിച്ചു. പിന്നെ കണ്ണൂർ വേറൊരു സംഭവമുണ്ട്. കണ്ണൂർ മലബാർ മേഖലയിൽ മുസ്ലിം സമ്പന്ന അധികം മുസ്ലിം ലീഗിലാണ്. ഇവർക്ക് പലർക്കും മുസ്ലിം ലീഗിന് നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്തിന് ബന്ധമല്ല പോലും മുസ്ലിം ലീഗിനെ സഹായിക്കുന്ന പല ആളുകൾക്കും ഈ പറയുന്ന പോലെ ഈ കള്ളക്കടത്തേറ്റ് അവരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പിന്നെ CPMൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. CPM ലീഗിനെ തോൽപ്പിക്കാൻ തുടങ്ങി അവർ CPMൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഈ കള്ളക്കടത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കണമെന്ന് പലരും പരസ്പരം ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലെ സ്വർണം കരിപ്പൂരിൽ നിന്ന് വരുന്ന സ്വർണം പൊട്ടിച്ചെടുക്കുന്ന പരിപാടി തുടങ്ങിയത്. സ്വർണം അതിലാണ് ഈ ആയങ്കിൻ്റെ ഒക്കെ പേര് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ആകാശ് തില്ലങ്കരിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നത് ഷുഹൈബിനെ കൊന്ന കേസിലാണ്. അതിൽ 2 വർഷം പറയാണ്. അതായത് പിന്നെ ഇയാൾ തില്ലങ്കരി അതിലില്ലാന്നും ആകാശ് അതിലില്ലാന്നും ആകാശിൻ്റെ താല്പര്യപ്രകാരം പിന്നെ പ്രതിയായി വന്നതാണെന്നും സ്വന്തം താല്പര്യപ്രകാരം പ്രതിയായി വന്നതെന്ന് 2 വേഷം അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ ശരി എനിക്കറിയില്ല. അതൊരു ഭീകരമായ സംഭവമായിപ്പോയി. കാരണം ആ ചെറുപ്പക്കാരൻ അവിടെ അയാളൊരു ഭരണഘടനയെ പറ്റിയാണല്ലോ ഇവർ പറയുന്നത്. അതാണല്ലോ ഇവർ മോഡിക്കെതിരെ പറയുന്നത്. ഈ സാധനം അംബേദ്കറിനെ ആണല്ലോ PMSനെയൊക്കെ മാറ്റി നിർത്തിയല്ലോ. അപ്പം അയാളുടെ ഭരണഘടനാപരമായിട്ട് അവകാശമാണ് സ്വന്തം ഒരു പാർട്ടി വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം. അയാൾ ആരും അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ അയാൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അയാൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. പിന്നെ മലബാർ മുസ്ലിംസ് അല്ലേ, ഇങ്ങോട്ട് കളിച്ചാൽ തിരിച്ചു കളിക്കും, ഓടിപ്പോകുന്നില്ല. അതിനാണ് അവനെ വെട്ടിക്കൊന്നത്. 2 ഏരിയ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ 2 ഏരിയ കമ്മിറ്റികൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ജില്ലാ കമ്മിറ്റി അറിയും. അപ്പം അതിന് തില്ലങ്കരിയൊക്കെ ജയിലിൽ പോവുകയും ചെയ്യുന്നു. അന്നൊക്കെ തില്ലങ്കരിക്ക് പാർട്ടി പക്ഷേ അവിടെ ഭയങ്കര സപ്പോർട്ടും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഈ വെടിനിർത്തൽ വന്നതോടുകൂടി ഇവരെല്ലാം തന്നെ അണ്ടർമൈൻ ചെയ്യപ്പെടുന്ന ഫീൽ വരികയും സ്വർണ്ണ പൊട്ടിക്കൽ കേസും മറ്റു പല കേസുകളുമായിട്ട് ഇവർ അസോസിയേറ്റഡ് ആവുകയും ചെയ്യും. ആ സമയത്താണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ നിലപാട് മാറ്റിയത്. ഇനി താലിബാനാകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം താലിബാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? താലിബാൻ ഉണ്ടായെന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ട്രെയിൻഡായിട്ട് ആളുകളെ അമേരിക്ക ട്രെയിൻ ചെയ്ത് വിട്ടു. അപ്പോൾ ട്രെയിൻ ചെയ്ത് വിട്ട ഈ ആളുകൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനമൊക്കെ അവർ സ്വന്തം കൊട്ടേഷൻ എടുത്തു തുടങ്ങി. ആശയമല്ല, അമേരിക്കയ്ക്ക് പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല, അവർ സ്വന്തം കൊട്ടേഷൻ എടുത്താണ്. ഇവരും അങ്ങനെ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സ്വർണ്ണം പൊട്ടിക്കൽ CPM നിലപാടല്ലല്ലോ. അതിന് ഒളിഞ്ഞോ തെളിഞ്ഞോ ആ രംഗത്ത് മുസ്ലിംസിനുണ്ടായ മേധാവിത്വം തകർക്കണം, അല്ലെങ്കിൽ പിന്നെ എന്ന് വിചാരിച്ചിട്ട് മുസ്ലിംസാണല്ലോ മലബാറിൽ ഈ കേസ് വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മുസ്ലിം പേരുകളാണ്. ആ ജലീൽ മറ്റോ പറയുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നാലല്ലേ പ്രശ്നമുണ്ട്, ജലീൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴൊരു വിവാദമുണ്ടായ പ്രസ്താവന ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് ഹിന്ദു പിള്ളേർ അത്രയും വരുന്നില്ല എന്ന് ആലോചിക്കണം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ജലീൽ ഒന്ന് ശരിയാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് കിട്ടിയില്ല, ഇവരകത്തായി.
കരിപ്പൂര് വെടിവെപ്പൊക്കെ ഉണ്ടായി ഈ സ്വർണ്ണം പൊട്ടിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഈ സ്വർണം കള്ളക്കടത്ത് ലോബി ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കുമല്ലോ. കറക്റ്റ്. അവർ വെറുതെ ഇരിക്കില്ലല്ലോ. അവർക്ക് ഇവിടെ ആരെയും സ്വാധീനിക്കാനുള്ള ശേഷിയൊക്കെ അവർക്കുണ്ട്. കാരണം ഇവിടെ കള്ളം കാണിക്കുന്നവരെ മൊത്തം സമ്പത്ത് ദുബായിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഗൾഫിലാണ്. അത് പിന്നെ അവരെ കയ്യിലാണുള്ളത്. ഇവിടുത്തുള്ള പല പ്രധാനപ്പെട്ട മുതലാളിമാർക്കും ദുബായിലൊക്കെ രാജവംശങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് സപ്പോർട്ട് കിട്ടിക്കാണില്ല. അപ്പോൾ അതോടുകൂടി ഇവർ അനാഥരാകി. പിന്നെ ആയങ്കിനെയും അതേപോലെ തന്നെ തില്ലങ്കരിനെയും പാർട്ടി തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. ജയരാജേട്ടൻ തന്നെ തള്ളിപ്പോകും. ഓക്കെ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അല്ല, ഇപ്പോൾ ഇതിപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ അതുവരെ കുറച്ചല്ല അവർ മിണ്ടാതിരുന്നു. ഇപ്പോൾ UDF അല്ലേ. അപ്പോൾ UDFിൻ്റെ പോലീസിനെ, രമേശ് ചെന്നിത്തല പോലീസിനെ പിന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ പാർട്ടീൻ്റെ സപ്പോർട്ട് കിട്ടുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഓക്കെ. പക്ഷേ പാർട്ടിക്കാർ ഇപ്പോൾ നാശകോശമായിരിക്കുന്ന ഈ പാർട്ടി ഇനി അവന്മാരെ കൂടി എടുത്ത് തലയിൽ വെച്ചിട്ട് കൂടുതൽ നാശത്തിലേക്ക് പോവില്ല. എന്നാൽ പിണറായി പറഞ്ഞല്ലോ എന്ത് വേണം ചെയ്തു വന്നിട്ട് എന്ന് പിണറായിയുടെ അവസാനം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ കേട്ടത്. ഞാൻ വായിച്ചില്ല. അല്ല, പോലീസ് ഇപ്പോൾ ശക്തമായ അന്വേഷണമായിട്ട് പോകുന്നു എന്ന് പറയുന്നു. പല സ്ഥലത്തു നിന്നും ഇവരെ കണ്ടതായും CCTV ദൃശ്യങ്ങൾ കണ്ടെടുത്തതായും ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പിടിക്കാൻ സാധിക്കുന്നില്ല. അത് ചിലരൊക്കെ തന്നെ പറയുന്നു, ഈ ഇടതുപക്ഷത്തിൻ്റെ ബാധയിൽ നിന്നും ഇതുവരെ കേരള പോലീസ് മുക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നതിൻ്റെ അതിന് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം തന്നെ കോൺഗ്രസ്സുകാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് ഭരണം തിരിച്ചു വരില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത്. അത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ട് ആ ഒരു ഇതുവരെയുള്ള കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. പണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ലിയോ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ലേ. ലിയോക്ക് സെക്രട്ടേറിയറ്റ് എന്തായാലും സാധിക്കണമെങ്കിൽ ലിയോ ഏതെങ്കിലും ഇവിടെ ലിയോക്ക് പരിചയമുള്ള കോൺഗ്രസിന് കാര്യം നടക്കായിരുന്നു. ഇപ്പോൾ അവർ CPM പോലെ ആയിട്ടുണ്ട്. അതായത് ലിയോക്ക് ഒരു കാര്യം നടക്കണമെങ്കിൽ പോത്തങ്കോട് ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് കത്ത്, അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റി, അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി, ഈ രീതിയിലായിട്ടുണ്ട്. അത് കാരണം 10 വർഷം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു കണക്ക് നന്നായതാണ്. പാവം കോൺഗ്രസ്സുകാരെ അവന്മാരുടെ അടിയും കൊണ്ട് ഒരു സ്ഥലത്ത് വിഭാഷം കൊണ്ടുപോകും, അവിടെ CPM കയറിയിരിക്കുന്നത്. ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം എന്താണ് കാര്യമെന്ന് വെച്ചാൽ, അപ്പം പോലീസ് ആ രീതിയിൽ ഒന്ന് ആക്റ്റീവ് ആകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് PSC വഴി UPSC വഴി വന്ന ആളുകളെല്ലാം പിണറായിനെ കണ്ടാണ് ശീലിച്ചിട്ടുള്ളത്, CPM കണ്ടാണ് ശീലിച്ചിട്ടുള്ളത്. അവരുടെ കൂറ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് കൂടി ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പം കാണുന്ന രമേശ് ചെന്നിത്തലേൻ്റെ അണ്ടറിൽ പോലീസ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് രമേശിനെ പറ്റി വല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ പൊതുവെ സംവിധാനം തൂഫാനിലൊക്കെ കുഴപ്പമില്ലാതെ സോഫാ പോകുന്നുണ്ട്. യഥാർത്ഥ പ്രതികളിലെത്തുമെന്ന് നമുക്കറിയില്ല. ആകാശ് തില്ലങ്കേരിയും ഇപ്പോൾ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അർജുൻ ആയങ്കിക്ക്. അക്രമത്തിനെതിരാണ് എങ്കിൽ തന്നെയും പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതും ഇപ്പോൾ ഈ എല്ലാ യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഓൾറെഡി പാർട്ടി അവരെ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്, ഡിസോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരെന്താ രമേശ് ചെന്നിത്തലനെയും പോലീസിനെയും VD സതീശനെയൊക്കെ ആക്രമിക്കുമ്പം പാർട്ടിക്കാരുടെ സപ്പോർട്ട് കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പാർട്ടിക്ക് തന്നെ ഒരു ബാധ്യതയാവുന്ന രീതി പാർട്ടി ആ സമയത്ത് വിലയിരുത്തിയതാണ്. ഇനി ഇതും കൂടി എടുത്ത് പാർട്ടി വെച്ച് കഴിഞ്ഞാൽ വിക്രമാദിത്യൻ്റെ വേതാളത്തിൻ്റെ കഥയായിരിക്കും പാർട്ടിക്ക്. അത് ജനങ്ങൾ പ്രത്യേകിച്ച് ഈ പറയുന്ന CPM വിമതരുണ്ടാക്കിയ എന്താണ് ആഘാതം വലുതാണ്. രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, CPM വിമതർ പണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും പാർട്ടിയെ തള്ളിപ്പറയുകയാണ്. MP രാഘവൻ ഉൾപ്പെടെ ഇവർ രണ്ടുപേരും തള്ളിപ്പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഇവർ പറഞ്ഞത് രക്തസാക്ഷിയുടെ കഥയാണ്, പിന്നെ സഹകരണ മേഖല. ഇത് രണ്ടും പാർട്ടിയുടെ പ്രധാനപ്പെട്ട അസറ്റാണ്. ഈ രണ്ട് മേഖലയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സപ്പോർട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ ഡിസോൺ ചെയ്യുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ഗുണ്ടാ സമ്പ്രദായമൊക്കെ തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? കാരണം നമുക്കറിയാം ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പണ്ട് ഗുണ്ടായിസം ഇല്ലാതെ CPM നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെ പോലുള്ള ആളുകൾ അവർ ഡിസോൺ ചെയ്യും. കാരണം അത് കൂടുതൽ ചിത്തപ്പേരുണ്ടാവും. CPM ഇപ്പോൾ നിൽക്കുന്ന ആശയത്തിൻ്റെ പുറത്തൊന്നല്ല. ആശയമൊക്കെ എന്നോ കാലഹരണപ്പെട്ടതാണ്. കമ്മ്യൂണിസം നിൽക്കും, CPM നിൽക്കില്ല ആശയത്തിൻ്റെ പുറത്തൊന്നും. കാരണം ഭരിക്കുന്ന സമയത്ത് ഈ ആശയത്തിനനുസരിച്ചൊന്നല്ല പോയത്. സോഷ്യലിസം തന്നെ എടുത്ത് മാറ്റണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് SFI എപ്പോഴും. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഈ മസിൽ മാറിക്കഴിഞ്ഞാൽ CPM ഇല്ല. എന്തായാലും അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ തന്നെ ഇങ്ങനെ പരസ്യമായി പോലീസിനെ വെല്ലുവിളിക്കുമ്പോൾ ഇവർ ഇനിയും പിടിയിലാകാത്തത് എന്ത് എന്ന ചോദ്യമാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് അർജുൻ ആയങ്കി പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഈ ആധുനിക കാലത്ത്
ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സൗകര്യങ്ങളോടുകൂടിയ അന്വേഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെ എത്രയും വേഗം ഇവരെ പിടികൂടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെട്ടത് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, രാഷ്ട്രീയക്കാർ ആലോചിക്കുക, നിങ്ങളുടെ പ്രവർത്തന ശൈലി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഗുണ്ടകളെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഏതെങ്കിലുമൊക്കെ കാര്യം നേടുവാനായി മുതലാളിമാരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഗുണ്ടാ രീതിയൊക്കെ തന്നെ നമുക്ക് മാറ്റി നിർത്താം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ പിന്നീട് ഗുണ്ടകളുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾക്കത് പ്രായോഗികമാക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എങ്കിലും ഇത്തരത്തിലുള്ള ഗുണ്ടകൾ ഒരു കാരണവശാലും ഇങ്ങനെ കയറൂരി വിടപ്പെടേണ്ടവരല്ല. അവർ അഴിക്കുള്ളിലാവേണ്ടവരാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കും നമ്മുടെ നിയമപാലകർക്കെതിരെ. പിന്നെ എന്ത് വിലയാണ് നിങ്ങൾക്ക് ഈ ലോകത്തുണ്ടാവുക? വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.